തമിഴ്നാട് രാഷ്ട്രീയത്തിലെ BJPയുടെ പ്രകടനം സത്യം പറഞ്ഞാൽ കേരളത്തിലേതിനേക്കാൾ ദുർബലം തന്നെയായിരുന്നു. അപൂർവം ഒന്നോ രണ്ടോ ഘട്ടങ്ങളിൽ ചിലരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ അവരുടെ ഒരു ശതമാനക്കണക്ക് നമ്മളെടുത്ത് പരിശോധിച്ചാൽ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3% എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു BJP നേതൃത്വത്തിനും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പക്ഷേ 15% മുകളിലേക്ക് ആ വോട്ട് ശതമാനം എത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതും വാസ്തവമാണ് അണ്ണാമലയ്ക്ക്. പക്ഷേ അണ്ണാമലയെ പൂർണ്ണ അർത്ഥത്തിൽ വിശ്വാസത്തിലെടുക്കാനോ അവിടുത്തെ പ്രാദേശികമായ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വേണം സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിനൊപ്പം നിൽക്കാനോ ദേശീയ നേതൃത്വം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തയ്യാറായില്ല. അതിന് അടിസ്ഥാന കാരണം അവിടെ മുന്നണി രാഷ്ട്രീയത്തിൽ നിന്നിട്ടല്ലാതെ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള തോന്നൽ തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ മുന്നണി രാഷ്ട്രീയത്തിൽ തന്നെയാണ് NDA എന്ന നിലയ്ക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് 4 വിജയിച്ചു വന്നത്. ഇത്തവണ ആ AIDMKയുമായി സഹകരിച്ചാൽ അധികാരത്തിലേക്ക് വരാം. കാരണം ഈ 5 വർഷത്തിന് ശേഷമുള്ള ഭരണമാറ്റം എന്നുള്ളത് AIDMKയ്ക്കൊപ്പം ആയിരിക്കും ഇത്തവണ നിൽക്കുക സംസ്ഥാനം. ആ DMKയ്ക്കൊപ്പം നിൽക്കാവുന്ന ഒരു സാഹചര്യമില്ല. അത് ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ കക്ഷിയാണ്. ഇപ്പുറത്ത് ഈ മുന്നണിയുടെ ഭാഗമായി നിന്നാൽ അധികാരത്തിലേക്ക് എത്താം. ഒന്ന് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കടന്നു കയറുക എന്നുള്ളതാണല്ലോ. മുന്നണിയുടെ ഭാഗമായി അധികാരത്തിലെത്തിയാൽ പിന്നെ കടന്നു കയറാനുള്ള സാധ്യതയാണ് BJP പല സംസ്ഥാനങ്ങളിലും പയറ്റി വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മട്ടിൽ മഹാരാഷ്ട്രയിലൊക്കെ ഉള്ള ഒരു സങ്കല്പമായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നതെങ്കിൽ അത് വലിയ പരാജയമായി. കാരണം ഈ തമിഴ്നാട്ടിലെ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കിയത് BJP ദേശീയ നേതൃത്വത്തിനും സ്റ്റാലിനുമാണ്. കാരണം അവരെ രണ്ടുപേരുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചുള്ളത്. AIDMKയ്ക്ക് പോലും അത്രയും ഞെട്ടലുണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. TVKയുടെ ഒരു ഉയർച്ച എന്ന് പറയുന്നത് അസംഭവ്യമെന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഇനി എന്ത് എന്നുള്ളത് എങ്കലാപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അണ്ണാമലയ്ക്ക് ദേശീയ നേതൃത്വവുമായി മറ്റു പ്രശ്നമില്ല. പ്രത്യയശാസ്ത്രപരമായ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രം തന്നെയാണ് അണ്ണാമലയുടെ പ്രത്യയശാസ്ത്രം. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വാഗ്ദാനം നൽകിയിരിക്കുന്നത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി അവിടെ രൂപീകരിക്കാൻ പോകുന്നു. അതിനിപ്പോൾ വി ദ ലീഡേഴ്സ് എന്ന് തൽക്കാലം പേരിട്ടിരിക്കുന്നു. അത് ലക്ഷ്യമിടുന്നതും ക്ലീൻ ഗവേണൻസ്, ഒപ്പം ഈ പറയുന്ന ടേം വ്യവസ്ഥ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ്, എത്തിക്സ് എന്നൊക്കെയുള്ളതാണ്. ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം പറഞ്ഞിട്ടാണ് അവിടെ TVK എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ അണ്ണാമലൈ പറയുന്ന പോയിന്റുകൾ പറഞ്ഞിട്ടാണ് ഇപ്പോൾ TVK വന്നിരിക്കുക. അപ്പോൾ 2031 ഈ സാഹചര്യങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാൻ തക്കവണ്ണമുള്ള ഒരു പാർട്ടിയായി ഇനി ഇതിനെ വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് വലിയ സംഘടനാ പിന്തുണ ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക അവർക്ക് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷേ ഇതൊരു ട്രോജൻ കുതിരയാണ്, BJPയുടെ ട്രോജൻ കുതിരയാണ്. അതിനപ്പുറത്ത് മറ്റൊന്നുമല്ല എന്നുള്ള വിമർശനമാണ് അവിടെ പ്രധാനമായി ഉയരുന്നത്. അതിനെല്ലാ സാധ്യതയുണ്ട്. കാരണം അവിടെ എന്തെങ്കിലും ഒരു സാധ്യത, അവിടെ ഗ്രൗണ്ടിൽ അവർക്ക് എന്തെങ്കിലും നിന്ന് പിഴയ്ക്കാനുള്ള സാധ്യത ഒപ്പിച്ചാൽ സ്വാഭാവികമായും അണ്ണാമലയുമായി കൈകോർക്കുന്നതിന് BJPക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അണ്ണാമലയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ചില എതിർപ്പുകൾ എന്താണ്, ഇപ്പോൾ ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ഈ കടുംപിടുത്തത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളത് അണ്ണാമലയുടെ ഒരു നിലപാടായിരുന്നു. ദേശീയ നേതൃത്വവുമായിട്ടുള്ള തർക്കത്തിൽ ഈ ത്രിഭാഷ രീതിയിൽ നിന്ന് ചെറിയ മാറ്റം വരുത്തണം തമിഴ്നാടിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിലപാടായിരുന്നു. മാത്രമല്ല ഈ ഏറ്റവും പുതിയ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം എന്നുള്ളത് അടിസ്ഥാനപരമായി തമിഴ്നാട്ടിൽ നിന്ന് പിഴയ്ക്കണമെങ്കിൽ ഞാൻ ആദ്യം തമിഴനാണ് എന്ന് തന്നെ പറയണം എന്നുള്ളത് കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടുള്ളതായി. കാരണം അദ്ദേഹം ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ്. ഞാൻ ഒന്നാമത് തമിഴനാണ്, പിന്നെയാണ് ഇന്ത്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അവിടെ പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ BJPയുടെ അവരുടെ പ്രത്യയശാസ്ത്ര കടുംപിടുത്തത്തിൽ നിന്ന് മാറി കുറച്ചൊന്ന് ഡയല്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പദം കൂടി ഒന്ന് പരീക്ഷിക്കാം എന്നുള്ള ആലോചന മാത്രമേ ഇതുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്ത് ഇത് ഏതെങ്കിലും തരത്തിൽ വലിയ തോതിൽ ക്ലച്ച് പിടിക്കാനുള്ള സാധ്യത ഇല്ല.